പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നാളെ തിങ്കൾ ചൊവ്വ ബുധൻ 3 നോമ്പ് ആരംഭിക്കുകയാണ്. നമുക്കറിയാം യോനായുടെ 3 ദിവസത്തെ തിമ്മിങ്കലത്തിൻ്റെ ഉള്ളിലെ വാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ സുറിയാനി പാരമ്പര്യം അനുസരിച്ച് വലിയ നോമ്പിൻ്റെ 50 നോമ്പിൻ്റെ 21 ദിവസം മുൻപാണ് 3 നോമ്പ്. അപ്പോൾ നാളെയും മറ്റന്നാളും പിറ്റന്നാളുമാണ് നമുക്ക് 50 നോമ്പിന് ഒരുക്കമായിട്ടുള്ള ഒരു 3 ദിവസത്തെ ഒരു ഒരുക്ക നോമ്പായിട്ട് വേണമെങ്കിൽ 3 നോമ്പിനെ പറയാം. നമുക്ക് സാധിക്കുന്ന എല്ലാവരൊക്കെ എടുത്ത് പ്രത്യേകിച്ച് 50 വരാൻ പോകുന്ന 50 ദിവസത്തിലേക്ക് അതിന് നല്ലൊരു 21 ദിവസം മുമ്പാണ് ഈ നോമ്പ് എടുക്കുന്നത്. നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് സംഖ്യയുടെ പുസ്തകത്തിലെ 20:12. അവിടെ മോശയോടും അഹറോനോടും ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുന്ന ഭാഗമാണ്. ഇവിടെ വചനം പറയുന്നത് ഇങ്ങനെയാണ്: ഇസ്രായേലിൽ എൻ്റെ വിശുദ്ധി വെളിപ്പെടുത്തത്തക്ക വിധം ദൃഢമായി നിങ്ങൾ എന്നിൽ വിശ്വസിക്കാതിരുന്നത് കൊണ്ട് ഞാൻ ഈ ജനത്തിന് കൊടുക്കുന്ന ദേശത്ത് ഇവരെ എത്തിക്കുന്നത് നിങ്ങൾ ആയിരിക്കുകയില്ല. അതായത് മോശയോടും അഹ്റോനോടും പറയാണ്, നിങ്ങൾ എൻ്റെ പരിശുദ്ധി, അതായത് ഇസ്രായേലിൽ എൻ്റെ പരിശുദ്ധി വെളിപ്പെടുത്തത്തക്ക വിധം ദൃഢമായി എന്നിൽ വിശ്വസിക്കാത്തത് കൊണ്ട്. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് സാധാരണ ഒരു വിശ്വാസമല്ല. ഒരു അപ്പൻ എന്ന നിലയ്ക്ക് കുടുംബത്തിന് നേതൃത്വം കൊടുക്കുന്ന അപ്പൻ, ഒരു അമ്മ, ഇടവയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന വികാരിയച്ഛൻ, ഇപ്പോൾ ഇവരിൽ നിന്നൊക്കെ സ്വർഗം പ്രതീക്ഷിക്കുന്നത് ദൃഢമായ ഒരു വിശ്വാസമാണ്. നമ്മളൊന്ന് ആത്മശോധന ചെയ്ത് നോക്കിയ സഹോദരങ്ങൾ, നമ്മുടെ വിശ്വാസം എന്ത് വിശ്വാസമാണ്? നമുക്കൊരു പ്രതികൂലം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചഞ്ചലചിത്തരാകുന്നത് കൊണ്ടോ? നേതൃത്വത്തോട് പറയാണ്. അപ്പോൾ ഒരു കുടുംബത്തിൻ്റെ നേതൃത്വം അപ്പനമ്മയാണ്, ഒരു ഇടവകയുടെ നേതൃത്വം വികാരിച്ചനാണ്. അപ്പം ദൃഢമായി വിശ്വസിക്കത്തക്ക വിധത്തിൽ വിശ്വസിച്ചില്ലെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ എത്തേണ്ട ഇടത്ത് എത്തുകയില്ല. അതായത് മോശയും അഹ്റോൻ്റെയും സ്വപ്നമായിരുന്നു കാനാൻ ദേശം. അവരല്ല അവിടെ കാല് കുത്തുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് നമ്മളെല്ലാവരും വിവിധങ്ങളായ തലങ്ങളിൽ നേതൃത്വത്തിലായിരിക്കുന്നവർ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ആത്മശോധന നടത്താം. എത്രമാത്രം എൻ്റെ യേശുവിൽ ഞാൻ ദൃഢമായി, യേശുവിൽ വിശ്വസിക്കുന്നുണ്ടോ എന്നതല്ല വിഷയം, യേശുവിൽ ദൃഢമായി വിശ്വസിച്ചാൽ മാത്രമാണ് നേതൃത്വത്തിന് വഴി തെറ്റാതിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ വഴി തെറ്റിപ്പോകും. നമുക്ക് എത്തേണ്ട ഇടത്ത് നമ്മൾ എത്തുകയില്ല. ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങൾക്ക് കർത്താവെ പ്രതികൂലങ്ങളിലും ദൃഢമായി വിശ്വസിക്കാൻ വേണ്ട ഒരു പരിശുദ്ധാത്മാഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.